ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗം സീരിയലിൽ ഇന്നത്തെ നല്ലൊരു എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ നമ്മുടെ രാഹുലിന്റെ അടുത്താണെങ്കിൽ വിക്രം പറയുന്നുണ്ട്, എന്നാലും നമ്മുടെയൊക്കെ ജീവിതം ഇങ്ങനെ ആയി പോയല്ലോ അങ്കിളെ, നമുക്കും ഇനിയൊരു ജീവിതമില്ല. എനിക്ക് 15 വയസ്സ് വരെ പ്രായം വരെ യശാസന്ധിയാണെന്ന് മുമ്പ് സമയത്ത് അമ്മുമ്മ അച്ഛനോട് പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാലും നിന്റെ അച്ഛൻ പോലും ഇപ്പൊ തിരിഞ്ഞ് ചിന്തിക്കുന്നില്ലല്ലോടാ. അയാളാകെ മാറി. അയാൾക്ക് ജീവിക്കാൻ നല്ല സൗകര്യവും സാഹചര്യവും കിട്ടിയപ്പോ അയാളെ പെമ്മക്കളുടെ കൂടി കൂടി. അല്ലെങ്കിലും എനിക്ക് അയാളെ വലിയ കാര്യമൊന്നുമില്ല. എന്നാൽ നമ്മുടെ ശത്രുക്കളൊന്നും ഇനി ജീവിക്കാൻ പാടില്ല അങ്കിളെ. എടാ, ഞാൻ പുറത്തു പോയിട്ട് ആ കല്യാണിനെ ഇല്ലാതാക്കിയിട്ട് തിരിച്ചു വരും. തിരിച്ചു വന്നല്ലേ പറ്റൂ, അല്ലെങ്കിൽ എന്നെ അവിടെ വെച്ച് അവരില്ലാതാക്കും. എന്തായാലും ജീവിക്കാനുള്ള ആഗ്രഹമൊക്കെ തീർന്നടാ. അതിനു മുമ്പ് എന്റെ മോളുടെ ആഗ്രഹം നിറവേറ്റി കൊടുക്കണം, അത് മാത്രമുള്ള എനിക്ക് എന്നൊക്കെ രാഹുൽ പറയാണ്. അത് വിക്രവും ശരിവെക്കുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ രൂപേനെയും അതുപോലെ തന്നെ ചന്ദ്രസേനെയാണ്. അവളുടെ അടുത്ത് കിരൺ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ചന്ദ്രസേനോട് പറയണ്ട, അച്ഛന് കുറച്ച് ദിവസത്തേക്കൊന്നും 2 ആഴ്ചത്തേക്കൊന്നും പുറത്തേക്കൊന്നും ഇറങ്ങണ്ട. എടാ, നീ എന്തിനാണ് ഇങ്ങനെ പേടിക്കണത്? അയാളുടെ സ്വഭാവം അറിയാലോ, ആ രാഹുലിന്റെ. അയാളാണെന്നുണ്ടെങ്കിൽ അച്ഛനെയും അമ്മേനെയും ഇല്ലാതാക്കാൻ വേണ്ടി എങ്ങനെ വേണമെങ്കിലും ഏത് സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഇങ്ങോട്ടേക്ക് വരും. അയാൾ പരോളിൽ ഇറങ്ങിയത് തന്നെ അയാളുടെ ശത്രുക്കളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ്. അല്ല മോനെ, അയാൾ പരോളിൽ ഇറങ്ങിയില്ലേ, ഇനി സരിയു എങ്ങാനും അയാളെ കാണാൻ പോകുമോ എന്ന് രൂപ ചോദിക്കുമ്പോ, അവൾ എന്തായാലും അയാളെ കാണാൻ പോവില്ലമ്മേ. അവൾക്കാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് അവളുടെ അച്ഛനാണ് അവളുടെ ജീവിതം കുളം തോന്നിയെന്ന്. അല്ല, മനോഹരനെ കണ്ടുപിടിച്ച് കെട്ടിച്ചു കൊടുത്തത് അയാളാണല്ലോ. അതിന്റെ ഒരു ദേഷ്യം അവൾക്ക് അയാളോട് ഉണ്ട് എന്ന് പറയാണ്. എങ്കിലും അവരൊന്നും വിശ്വസിക്കാൻ പറ്റില്ല മോനെ. സരിയും അതുപോലെ തന്നെ ഇവിടെ ഉണ്ടല്ലോ ഒരുത്തി ഷാരി, ഓന്തിന്റെ സ്വഭാവമാണ്, എപ്പോ വേണമെങ്കിലും മാറും. ചന്ദ്രസേനൻ പറയണ്ടേ, സരുവിന്റെ സ്വഭാവത്തിന് മാറുമെന്ന് എനിക്ക് തോന്നണില്ല. അവൾ അത്രത്തോളം പഠിച്ചിട്ടുണ്ട് ആ മനോഹറിന്റെ കേസിലും. കിരൺ പറയുന്നുണ്ട്, മുമ്പൊക്കെ അവള് ജയിലിൽ അവളുടെ അച്ഛനെ കാണാൻ പോകുമായിരുന്നു. അത് മനോഹറിനെ കൊന്നോ മനോഹറിനെ കൊല്ലാൻ സാഹചര്യം ഉണ്ടാക്കിയിട്ട് മനോഹറിനെ കൊല്ല് എന്നൊക്കെ പറയാനാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ കുറെ നാട്ട് അവള് പോണൊന്നുമില്ല എന്നിങ്ങനെ പറയാണ്. അല്ല, അവൾക്ക് നിന്നോടും കല്യാണത്തോടെ ദേഷ്യമൊക്കെ മാറിയോ? കല്യാണത്തിൽ ചെറിയൊരു നീരസം ഉണ്ടായിരുന്നു. കാരണം മനോഹറിനെ കുഞ്ഞിനെ കാണിക്കാൻ പോയത് അവളാണല്ലോ. ഒരു കണക്കിന് അത് തെറ്റായി പോയിന്ന് ഇപ്പൊ എനിക്ക് തോന്നുന്നുണ്ട് അമ്മേ എന്ന് പറയുമ്പോഴേക്ക് ചന്ദ്രസേനൻ പറയണ്ടടാ, അത് തെറ്റ് തന്നെയാടാ. ആ മനോഹർ എന്തൊക്കെ പറഞ്ഞു ഇപ്പൊ നന്നായി ശരിയാണ്. പക്ഷെ എത്ര പെണ്ണുങ്ങളുടെ ജീവിതവും തൊലച്ചേക്കണത്, അതിനുള്ള ശിക്ഷ അവനെ കിട്ടണ്ടേ? പെൺകുട്ടികളുടെ ജീവിതത്തിന് എന്താ ഒരു വിലയുമില്ലേ? അതുകൊണ്ട് എന്തായാലും അവനോട് നിങ്ങൾ കാണിക്കണത് അത്ര കൂടുതലാണ്. അവനോട് അത്രയൊന്നും കാണിക്കേണ്ട കാര്യമില്ല. അവനും അനുഭവിക്കേണ്ടവൻ തന്നെയാണ്. മറ്റുള്ളവരെ കൊല്ലില്ല അവൻ, പക്ഷേ കൊല്ലാതെ കൊല്ലും, അതാണ് അവൻ എന്ന് പറയാണ്. അല്ല, അവൻ പിന്നെ കത്തൊന്നിൽ അയച്ചിരുന്നോ? അവനിടയ്ക്ക് കത്തും കാര്യങ്ങളൊക്കെ അയക്കുന്നുണ്ട് കല്യാണിക്ക്. പക്ഷെ ഞങ്ങൾ അത് സരുവിനോട് പറയാറൊന്നുമില്ല. ഇനി അവന്റെ കാര്യത്തിൽ ഞങ്ങൾ ഇടപെടാനും പോകുന്നില്ല. അപ്പോ അച്ഛനോട് അമ്മയുടെ ഞങ്ങൾ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, നിങ്ങൾ പുറത്തേക്കൊന്നും ഇറങ്ങരുത്. രൂപ പറയുന്നുണ്ട്, മോനെ, ഞങ്ങൾ മാത്രല്ല നീയും കല്യാണിയും സൂക്ഷിക്കണം. അയാൾക്ക് നിങ്ങളോട് ശത്രുതയുണ്ട്, അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാമേ. എന്നാ ശരി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കിരൺ അവിടെ നിന്ന് ഇറങ്ങാണ്. രൂപ ചന്ദ്രസേനോട് പറയുന്നുണ്ട്, മോൻ പറഞ്ഞത് കേട്ടല്ലോ, ഇനി ഒറ്റക്കൊന്നും പുറത്തേക്കൊന്നും ഇറങ്ങരുത്. എടോ, ഞാൻ ഇങ്ങനെ പേടിച്ചിട്ട് എന്താ കാര്യം? അവൻ എന്ത് ചെയ്യാനാ? അതെ, ചന്ദ്രേട്ടനെ പുറത്തു പോണെങ്കിൽ ഞാനും കൂടെ വരാം. അത് കേട്ട് ചന്ദ്രസേന പറയണ്ടോ, അപ്പൊ രണ്ടുപേരും ഒരുമിച്ച് മരിച്ചോട്ടെ എന്നാണോ? ഒരുമിച്ച് മരിച്ചാലും കുഴപ്പമില്ല. എന്തായാലും ഇനി വേർപിരിയാൻ പറ്റില്ല. മരണത്തിനാണെങ്കിൽ പോലും മരണമാണെങ്കിൽ ഒരുമിച്ച് മാത്രം മതി എന്നൊക്കെ രൂപ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സരയുനെയാണ്. സരയു രാഹുലിനെ കാണാൻ വേണ്ടി പോയിരിക്കാട്ടോ. ജയിലിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം രാഹുല് സരയുവിനോട് പറയുന്നുണ്ട്, ഒരു പ്രായം കഴിഞ്ഞപ്പോ എനിക്ക് മോളുടെ ആഗ്രഹമൊന്നും നിറവേറ്റി തരാൻ സാധിച്ചില്ല. അത് നിറവേറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. എന്റെ മോൾക്ക് കിരണ നേടിത്തരാൻ വേണ്ടി. കിരൺ ഇപ്പൊ എന്നോട് വല്ലാത്ത സ്നേഹമാണ്. കഴിഞ്ഞ ദിവസം ഞാൻ തലവേദന വരുന്ന പോലെ അഭിനയിച്ചു. അവൻ എന്തൊരു കരുതലാണെന്നറിയാവോ എൻ്റെ അടുത്ത്. അവൻ എന്ത് സ്നേഹത്തോടെയാണ് എന്നോട് പെരുമാറിയെന്നറിയാവോ? എനിക്ക് അങ്ങനത്തെ ഒരു കിരണിനെയാണ് വേണ്ടത് എന്ന് പറയുമ്പോ, മോളെ, അവന് നിനക്ക് കിട്ടും മോളെ. അതിന്റെ വിലങ്ങ് കെട്ടി തലയായിട്ട് നിൽക്കുന്നത് ആ കല്യാണിയാണ്. അവളെ തട്ടാൻ ഒരു സാഹചര്യം കിട്ടട്ടെ, ഞാൻ അവളെ കൊന്നിട്ട് ജയിലിലേക്ക് തന്നെ തിരിച്ചു പോകും, എത്രയും പെട്ടെന്ന് തന്നെ. അല്ലാതെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെല്ലാരും കൂടി എന്നെ കൊല്ലോലോ, ഗംഗപ്രസാദിനെ കൊന്ന പോലെ. അവനിപ്പോ ജീവനോടെ ഉണ്ടോ മരിച്ചോ എന്ന് പോലും അറിയില്ല. അതേപോലത്തെ ഒരു അവസ്ഥയായിരിക്കും എനിക്കും. അതുകൊണ്ട് എന്തായാലും ആ കല്യാണി ഇല്ലാതാക്കിയിട്ട് എനിക്ക് എത്രയും പെട്ടെന്ന് സ്റ്റേഷനിൽ പോയി കീഴടങ്ങണം. അല്ല, നിന്റെ ഉദ്ദേശം നിന്റെ പെറ്റമ്മയുടെ അങ്ങനെ നീ പറഞ്ഞിരുന്നോ എന്ന് രാഹുൽ ചോദിക്കുമ്പോ, അമ്മയടുത്ത് ഞാൻ പറഞ്ഞിരുന്നു. എന്തിനാ മോളെ അവളോട് പറയാൻ പോയത്? അവൾക്ക് കിരണോടും കല്യാണത്തിന് ഒരു ചായവുള്ള കാര്യം നിനക്കറിയാലോ. അതൊക്കെ ഉണ്ട് ശരിയാച്ചാ, പക്ഷെ ഞാൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ അമ്മക്ക് അവർക്കാരും. അവരെന്നെ പ്രസവിച്ച അമ്മയാണെങ്കിൽ ഒരിക്കലും എന്നെ ഒറ്റ കൊടുക്കില്ല. അവരെന്റെ കൂടെ നിൽക്കത്തുള്ളൂ. അവർ ആർത്തൊന്നും പറയാനും പോകുന്നില്ല. എന്നാലും നീ സൂക്ഷിക്കണം മോളെ. പിന്നെ ഞാൻ എന്തായാലും കല്യാണിക്ക് കൊല്ലാനൊരു സാഹചര്യം കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും മോളുടെ ആഗ്രഹം സാധിച്ചു തന്നിരിക്കും.
കല്യാണിനെ കൊല്ലാനുള്ള സാഹചര്യമൊക്കെ ഞാൻ അച്ഛനെ ഉണ്ടാക്കി തരാ അച്ഛ എന്ന് പറയാണ്. ആ രൂപയും ചന്ദ്രസേനൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ അല്ലേ മോളെ? അവരവിടെ തന്നെ ഉണ്ടച്ച, എനിക്ക് അവരെ പോയിന്ന് കാണണം. എന്തിനാ അച്ഛാ വെറുതെ അവരെ പോയി കാണുന്നത്? വെറുതെ അവിടുത്തെ സാഹചര്യം നല്ലതായിരിക്കില്ല കേട്ടോ എന്ന് പറയുമ്പോൾ രാഹുല് പറഞ്ഞു, മോളെ അവിടെ പോയി വഴക്കുണ്ടാക്കാനല്ല, സ്നേഹത്തിൽ പെരുമാറാൻ. സ്നേഹത്തിൽ പെരുമാറി അവിടെ മനസ്സൊക്കെ ഒന്ന് കീഴടക്കാൻ പറ്റുമോ നോക്കട്ടെ. പിന്നെ മോൾ എന്തായാലും കിരണോടും കല്യാണത്തിൽ നല്ല സ്നേഹത്തിൽ പെരുമാറണം കേട്ടോ. കല്യാണി മരിച്ചു കഴിഞ്ഞാലും ആർക്കും സംശയം തോന്നരുത്. പിന്നെ കല്യാണി മരിച്ചു കഴിഞ്ഞാൽ കിരണ കുറച്ചു ദിവസം വിഷമം ഉണ്ടാവും. പിന്നെ അവന്റെ കുഞ്ഞിന് ഒരു അമ്മനെ വേണമല്ലോ. നിന്റെ മോൾക്കാണെങ്കിൽ ഒരു അച്ഛനെയും വേണം. അപ്പൊ നിങ്ങൾ രണ്ടുപേരും കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്നിക്കാൻ വേണ്ടി വീട്ടുകാർ തീരുമാനിക്കും. എന്നാൽ രൂപയും ചന്ദ്രസേനും അവരെ രണ്ടാമത്തെ വിവാഹത്തിന് വേണ്ടി നിർബന്ധിക്കുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അവിടെ നിന്റെ പേര് പറയും, ഉറപ്പാണ്. അതുകൊണ്ട് ആ കല്യാണി ഇല്ലാതാവണം. അച്ഛൻ്റെ കയ്യിൽ പൈസയൊക്കെ ഉണ്ടോ? ജയിലിൽ ഇറങ്ങിയപ്പോ കുറച്ച് പൈസ ഉണ്ട് മോളെ. എന്തിനാ ആവശ്യമുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി. എനിക്ക് കിരൺ നല്ല സാലറി തരുന്നുണ്ട്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ നിന്നോട് ചോദിച്ചോളാം. ശരി അച്ഛാ എന്ന് പറഞ്ഞിട്ട് സരിയു അവിടെ നിന്ന് പോവാണ്. രാഹുലും അവിടെ നിന്ന് നേരെ അപ്പുറത്തേക്ക് പോകുന്നു കേട്ടോ. പിന്നീട് കാണിക്കുന്ന സരിയുനെയാണ്. സരിയു ഓഫീസിൽ വന്നിട്ട് കിരണിന്റെ കല്യാണിന്റെ ക്യാബിനിലേക്ക് കയറാണ്. കല്യാണി അവിടെ എന്തൊക്കെയോ വർക്ക് ചെയ്തോണ്ടിരിക്കുക കേട്ടോ. കല്യാണി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സരിയു വരുന്നുണ്ട്. കല്യാണി കുറച്ച് തിരക്കിലാണെന്ന് തോന്നണല്ലോ. നിനക്ക് എന്നോടുള്ള പിണക്കൊക്കെ മാറിയോ സരിയു? പിണക്കം ഉണ്ടായിരുന്നു, ഇപ്പൊ മാറി. അത് സോറി സരിയു, എന്റെ ഭാഗത്താ തെറ്റ്, എനിക്കത് മനസ്സിലാവുന്നുണ്ട്, ക്ഷമിക്കണം നീ. അതൊന്നും കുഴപ്പമില്ല. ഇനി ഒരിക്കലും മനോഹരനെ കാണാൻ വേണ്ടി ഞാൻ പോവില്ല, കിരണേട്ടനും പോവില്ല. അത് ഞങ്ങൾ തീരുമാനിച്ച കാര്യമാണ്. ഞങ്ങൾ ചെയ്തത് തെറ്റായിപ്പോയി. അപ്പോ സരിയു പറയുന്നുണ്ട്, രൂപയും ചന്ദ്രസേന ഞങ്ങൾ പോലും എന്റെ കൂടെയാ ഈ കാര്യത്തിൽ നിൽക്കണത്. അപ്പൊ നിങ്ങൾ അവന്റെ കൂടെ നിൽക്കുമ്പോ എനിക്ക് വിഷമാവില്ലേ? സോറി സരിയു, എന്റെ മുമ്പിൽ ആരെങ്കിലും വന്ന് വിഷമത്തോടെ കണ്ണ് നനഞ്ഞിങ്ങനെ സംസാരിച്ച എന്റെ മനസ്സ് അലിഞ്ഞു പോകും. അതെന്റെ ഒരു ബലഹീനതയാണ്. പക്ഷെ ഇനി അത് അവൻ മുതലെടുക്കില്ല. ഞാൻ എന്തായാലും ഇനി അവനായിട്ട് ഒരു കോണ്ടാക്ട് ഉണ്ടാവില്ല. കിരണേട്ടനും അങ്ങനെ തന്നെയാ. അല്ല, നീ സൈറ്റിലേക്ക് എങ്ങാനും പോകണുണ്ടോ കല്യാണി? പോണം, കുറച്ചു കഴിയുമ്പോഴേക്ക് ഇറങ്ങാന്ന് വെച്ചിട്ടാ. അല്ല, എന്താ നീ ചെയ്തോണ്ടിരുന്നത്? അല്ല, നീ നല്ല സൂപ്പർ ആയിട്ട് വർക്ക് ചെയ്ത ഒരു പ്ലാനില് ഇന്റീരിയർ വർക്ക് ചെയ്യുമായിരുന്നു. ദേ നോക്കിക്കേ. അയ്യോ, ഇന്റീരിയർ വർക്കിനെ കുറിച്ചൊന്നും എനിക്കറിയില്ല കല്യാണി എന്ന് സരിയു പറയുമ്പോ ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ട് ഓരോന്നൊക്കെ കാണിച്ചു കൊടുക്കാണ്. നന്നായിട്ടുണ്ട് എന്ന് സരിയു പറയുന്നുണ്ട്. ആ സമയത്ത് നീ അച്ഛൻ പുറത്തേക്ക് ഇറങ്ങിയല്ലോ, നീ എങ്ങാനും കണ്ടിരുന്നോ എന്ന് കല്യാണി ചോദിക്കാണ്. അയ്യോ, ഞാനൊന്നും അയാളെ കണ്ടില്ല. ഞാനെന്തിനാ അയാളെ കാണുന്നത്? എനിക്കിപ്പ ബഗാസ് എന്ന് പറഞ്ഞ ആളെ പേടിയാ. നീയും കിരണൊക്കെ സൂക്ഷിക്കണം കേട്ടോ. അയാളൊരു സാഹചര്യം കിട്ടിയാൽ നിന്നെയും കിണയൊക്കെ ഇല്ലാതാക്കും. അങ്ങനെയൊന്നുമില്ല, ഞങ്ങൾ സൂക്ഷിച്ചോളാം. എനിക്ക് 2-3 കോളൊക്കെ വന്നായിരുന്നു അൺനോൺ നമ്പറിന്ന്. അയാളായിരിക്കും, ഞാൻ എടുക്കില്ല. എനിക്ക് അയാളിപ്പോ ഇഷ്ടമല്ല. എല്ലാ കല്യാണി നിന്റെ മുഖത്ത് ഇപ്പൊ ഭയങ്കര സന്തോഷമുണ്ടല്ലോ എന്ന് സരയു ചോദിക്കുമ്പോ അത് പിന്നെ കാർത്തികേച്ചിയുടെ വിവാഹം കഴിഞ്ഞോണ്ടായിരിക്കും അല്ലെ? അതൊരു കാരണമാണ്. എന്തായാലും വിവാഹം കഴിഞ്ഞിട്ട് നല്ലൊരു പയ്യനെ തന്നെയാ കാർത്തികേച്ചിക്ക് കിട്ടിയേക്കണത്. അതെ, കിരണേട്ടനെ പോലത്തെ ഒരു നല്ല പയ്യൻ തന്നെയാ കാർത്തികേച്ചിക്ക് കിട്ടിയേക്കണത്. സരിയു പറയുന്നുണ്ട്. അത് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണല്ലോ ഏത് സാഹചര്യത്തിലും കാർത്തികേച്ചിനെ കൈവിടാതെ ആ ദിലീപേട്ടൻ കൂടെ തന്നെ നിന്നത്. അതെ, നിന്റെയും താരാനിയുടെ വീട്ടിലേക്ക് ദിലീപേട്ടനെ വരണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്. നിങ്ങളൊക്കെ കാണണമെന്ന് വല്ലാത്ത ആഗ്രഹമുണ്ട്. അതിനെന്താ, വരാൻ പറ. എന്ന് ഞാൻ പോയിക്കോട്ടെ കല്യാണി, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ശരി എന്ന് പറഞ്ഞിട്ട് സരിയു അവിടെ നിന്ന് പോവാണ്. സരിയു പോയി കഴിയുമ്പോഴേക്കും ദേഷ്യത്തിൽ കല്യാണിനെങ്കിലും ഒരുമാതിരി പിറുപിറുത്തിട്ടാണ് സരിയു അവിടെ നിന്ന് പോകുന്നത് കേട്ടോ. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ആ സിയേനെയാണ്. അയാള് വീണ്ടും കാർത്തികയുടെ ലക്ഷ്മിയുടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. എന്നിട്ട് അവിടെ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, അതെ, ഞാൻ കഴിഞ്ഞ ദിവസം വന്നിട്ട് ഇവിടെ വന്ന് സംസാരിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾ കിരണോടും കല്യാണത്തും വേണ്ടപ്പെട്ടവർക്കൊക്കെ സംസാരിച്ചോ? അല്ല സർ, ഞങ്ങൾ എന്തിനാ അതൊക്കെ സംസാരിക്കണത്? അല്ല, ഗംഗപ്രസാദിന്റെ കാര്യം കൊണ്ട് ചോദിച്ചതാ. അവൻ എന്തായാലും ഓഡിറ്റോറിയത്തിൽ വന്നിട്ടില്ലെന്ന് ഞങ്ങൾക്കറിയാം. പിന്നെ അവരോട് അത് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. അല്ല, നിങ്ങൾക്ക് എന്താ ഇത്ര ഉറപ്പ് അവൻ വന്നിട്ടില്ലെന്ന്? അല്ല, അവൻ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവന്റെ ആ കാര്യങ്ങൾ ഞങ്ങൾക്ക് അറിയാലോ സാറേ. അതുകൊണ്ട് അവൻ വന്നിട്ടില്ലെന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ് എന്ന് കാർത്തിക ലക്ഷ്മിയും പറയാണ്. കാർത്തികയുടെ അടുത്തേക്ക് ഒരു പെൻഡ്രൈവ് കൊടുക്കാണ് ആ സിയെ. എന്നിട്ട് പറയുന്നുണ്ട്, ഇതൊന്ന് ടിവിയിൽ കണക്ട് ചെയ്യാൻ വേണ്ടി പറയാണ്. കാർത്തിക ടിവിയിൽ കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ പെൺഡ്രൈവിൽ കാണിക്കുന്നത് ഗംഗപ്രസാദ് ഓഡിറ്റോറിയത്തിൽ മതിൽ ചാടി വന്ന ദൃശ്യങ്ങളാണ് കേട്ടോ. അത് കാണുമ്പോൾ ലക്ഷ്മിയും കാർത്തികയും ഞെട്ടിപ്പോവാണ്. എന്താ, നിങ്ങൾക്ക് ഇപ്പൊ വിശ്വാസമായോ? അയ്യോ, ഇത് ഞങ്ങൾക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. അതെ, അവൻ അവിടെ വന്നിരുന്നു, പക്ഷെ തിരിച്ചു പോയിട്ടില്ല. പരാതിക്കാരുടെ കംപ്ലൈന്റ് അത് തന്നെയാണ്, അവിടെ വന്ന ഗംഗപ്രസാദിനെ തിരിച്ചു കണ്ടിട്ടില്ലെന്ന്. അതാ ഞാൻ ചോദിച്ചത്. അന്ന് കുറച്ചുപേരെ നിങ്ങൾ കല്യാണത്തിന് വിളിച്ചുള്ളൂ. എല്ലാവർക്കും അവനെ കൊല്ലാൻ വല്ലാത്ത ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആരെങ്കിലും അവനെ കൊന്നിട്ട് മിണ്ടാതിരിക്കുവാണോ? അയ്യോ സാറേ, ഞങ്ങൾക്കൊന്നും അറിയില്ല. എന്തായാലും ഞങ്ങൾ അന്വേഷിക്കട്ടെ. ആ ഗംഗപ്രസാദ് ഓഡിറ്റോറിയത്തിൽ വന്നിട്ടുണ്ടല്ലോ അമ്മേ. പിന്നെ അവനത് എന്ത് സംഭവിച്ചു? അപ്പൊ ലക്ഷ്മൺ പറഞ്ഞു, മോളെ, കിരണിനെയൊക്കെ ആ ദിവസം വല്ലാത്ത പതർച്ച ഉണ്ടായിരുന്നു. നിന്റെ താലകെട്ട സമയത്ത് കിരണൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. ഇനി കിരണങ്ങാനും അവനെ കൊന്നു കണ്ടിട്ടുണ്ടാവോ? ഇപ്പോ എനിക്കും സംശയം തോന്നുന്നു അമ്മേ, കിരണങ്ങാനും അങ്ങനെ ചെയ്തിട്ടുണ്ടാവോ?
അറിയില്ല, മോളൊരു കാര്യം ചെയ്, ആ കല്യാണിനെ ഒന്ന് വിളിക്ക്, എന്നിട്ട് എത്രയും പെട്ടെന്ന് ഇവിടെ വരാൻ പറ. ശരി അമ്മേ എന്ന് പറഞ്ഞിട്ട് കാർത്തിക അപ്പൊ തന്നെ കല്യാണിനെ വിളിക്കാണ്. ഹലോ കല്യാണി, നീ എവിടെയാ? ചേച്ചി ഞാൻ ഓഫീസിലാണ്. എന്താ ചേച്ചി, നിനക്ക് പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറ്റുമോ? എന്താ ചേച്ചി, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ശരി ചേച്ചി, ഞാൻ ഇപ്പൊ തന്നെ വരാം. വരുമ്പോ കിരണിനെയും കൂട്ടണം. ആ ശരി ചേച്ചി, ഞാൻ കിരണേട്ടനെ കൂട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് വരാം എന്ന് പറഞ്ഞിട്ട് ഫോം വെക്കാണ് കല്യാണി. കാർത്തിക ദേഷ്യത്തിൽ പറയുന്നുണ്ട്, അവള് വരാന്ന് സമ്മതിച്ചിട്ടുണ്ട്, ആ വരട്ടെ, അവരോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് എന്ന് ലക്ഷ്മി അമ്മ പറയാണ്. കല്യാണിക്കും എന്തോ പോലെ തോന്നുന്നു, ഇനി ആ സി എങ്ങാനും അങ്ങോട്ട് പോയോ, അവരെന്തൊരു സത്യങ്ങൾ എന്തെങ്കിലും അറിഞ്ഞോ എന്നൊരു സംശയം കല്യാണിക്കും തോന്നുന്നു കേട്ടോ. ആ ഒരു ഭാഗത്തോടെ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.